ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മാർവലിൻ്റെ ആനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള വാട്ട് ഇഫിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 4 പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നതുകൊണ്ട് തന്നെയാണ് എനിക്കിത് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാ എപ്പിസോഡിൻ്റെ ബ്രേക്ക് ഡൗൺ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സത്യം പറഞ്ഞാൽ വാട്ട് ഇഫിൻ്റെ സീസൺ 1ൻ്റെ ഒരു എപ്പിസോഡായിട്ട് വരേണ്ടായിരുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഈ ഒരു ടോണി സ്റ്റാർക്കിൻ്റെ ആ ഒരു സർക്കാരിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു എപ്പിസോഡ്. അതായത് ഇപ്പോൾ നമ്മൾ വാട്ട് ഇഫ് സീസൺ 1ൻ്റെ ആ ഒരു അവസാനത്തെ എപ്പിസോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ വാച്ചറാണെങ്കിൽ ഓരോരുത്തരെ ആണെങ്കിൽ പോയി റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദ മൾട്ടിവേഴ്സിൻ്റെ ആ ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഗമോറനെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു സമയത്ത് ഗമോറ അതുപോലെ തന്നെ ടോണി സ്റ്റാർക്ക് ഒരു സ്ഥലത്തായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ആ ഒരു ഇൻഫിനിറ്റി ഗോൺലെറ്റിൽ അവരെന്തോ കാര്യങ്ങൾ അത് ഉരുക്കുന്ന പോലത്തെയോ എന്തോ കാര്യങ്ങൾ അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്ന ആ ഒരു സ്റ്റോറിയാണ്. പക്ഷേ അതേസമയം ഈ ഒരു എപ്പിസോഡാണെങ്കിൽ അവർക്ക് വാട്ട് ഇഫ് സീസൺ 1ൻ്റെ അകത്ത് കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വാട്ട് ഇഫ് സീസൺ 2ൻ്റെ അകത്ത് ഈ ഒരു എപ്പിസോഡ് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ എൻഡിങ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മുടെ താനോസിനെ ആണെങ്കിൽ ആ ഒരു ടോപ്പാസിൻ്റെ ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഉരുക്കി കളയുന്നതായിട്ട് അങ്ങനെ കൊന്നു കളയുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം ആ ഒരു സീസൺ 1ൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡിങ് അതിൻ്റെ അകത്ത് ആ ഒരു അവർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം കുറച്ച് വ്യത്യാസമായിട്ടുള്ള കാര്യമാണ് ആ ഒരു ഇൻഫിനിറ്റി ഗോൺലെറ്റ് വെച്ചിട്ട്. പക്ഷേ അതേസമയം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ താനോസിനെ ഡയറക്റ്റ് ആയിട്ട് പോയി ആ ഒരു ടോപ്പാസിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഉരുക്കി കളയുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിലാണെങ്കിൽ ആ ഒരു സ്റ്റോറി നടക്കുന്നത് 2012 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 2012 നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഇൻസിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ന്യൂയോർക്കിലാണ് നടന്നിട്ടുള്ള ആ ഒരു അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ ആ ഒരു മിസൈലാണെങ്കിൽ ആ ഒരു സ്പേസിൽ കൊണ്ട് കളയുന്നതായിട്ടാണ് നമ്മൾ ടോണി സ്റ്റാർക്ക് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടോണി സ്റ്റാർക്ക് തിരിച്ചു വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ ഒരു യൂണിവേഴ്സിലാണെങ്കിൽ ടോണി സ്റ്റാർക്ക് ആ ഒരു മിസൈൽ കൊണ്ട് സ്പേസിൽ കളഞ്ഞതിന് ശേഷം ആ ഒരു പോർട്ടൽ അപ്പം തന്നെ ക്ലോസ് ആവുകയാണ്. ടോണി സ്റ്റാർക്കിന് തിരിച്ച് ഇടത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ പകരം ടോണി സ്റ്റാർക്കാണെങ്കിൽ സക്കാറിലേക്ക് വീണ് പോവുകയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് ഗമോറേനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഈ ഒരു നമ്മുടെ MCUവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗമോറയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഫസ്റ്റ് മൂവിക്കകത്ത് തന്നെയാണ് 2014 വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈം ലൈനിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം 2012 ആ ഒരു ടൈം ലൈനിൽ നമ്മുടെ ഗമോറ ആക്ച്വലി നമ്മുടെ സക്കാർ പ്ലാനറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമ്മുടെ ഈ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ ആ ഒരു ഫൈറ്റേഴ്സിൽ അഥവാ ഗ്രാൻഡ് മാസ്റ്റർ അവിടെ ഓരോ ഇപ്പം നമ്മൾ ആ ഒരു യൂണിവേഴ്സിലേക്ക് ആ 2012 നടക്കുന്ന ആ ടൈം ലൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ റേസ് ചെയ്യിപ്പിക്കുന്ന കാര്യം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ ഗമോറ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 2014 നമുക്ക് ഫസ്റ്റ് ടൈം ഗമോറ കാണാൻ സാധിക്കുന്നതിന് നമ്മുടെ മെയിൻ MCUവിൽ കാണാൻ സാധിക്കുന്നതിന് മുന്നേ നമ്മുടെ ഗമോറ ചിലപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ അവിടെ ആയിരിക്കും അഥവാ സക്കാറിലായിരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാനോട് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് പറയുകയാണ് ആ ഒരു സക്കാർ പ്ലാനറ്റിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് ആ ഒരു ആൾക്കാരെ ഉരുക്കി കളഞ്ഞ് നമ്മുടെ ടോണി സ്റ്റാർക്കിനെ പേടിപ്പിക്കുന്ന പോലത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ടോണി സ്റ്റാർക്കിന് അവിടെ പയ്യെ മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു സക്കാർ പ്ലാനറ്റ് വിട്ട് പോകാനായിട്ട് പുറത്തോട്ട് പോകാനായിട്ട് കുറച്ച് പാടാണ് എന്നുള്ളൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ അവിടെ ആ ഒരു പ്ലാനറ്റിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ കൊണ്ട് ഓരോ ഈ ഫൈറ്റ് അഥവാ റേസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2012 ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് സക്കാർ പ്ലാനറ്റിൽ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ റേസിംഗ് ആയിരുന്നു ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തോർ റാഗ്നറോക്ക് വന്നിട്ടുള്ള ആ ഒരു 2017 ആ ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫൈറ്റിംഗ് ആയിരുന്നു ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ കയ്യിലാണെങ്കിൽ ആ ഒരു ബ്രേസ്ലെറ്റ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം ബ്രേസ്ലെറ്റ് തന്നെ നമുക്ക് ആ ഒരു 2012 വന്നിട്ടുള്ള അവഞ്ചേഴ്സ് മൂവിക്കകത്ത് ആ ഒരു ലോക്കിയായിട്ട് ആ ഒരു ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അയൺമാൻ ഈ ഒരു സെയിം ബ്രേസ്ലെറ്റ് എടുത്തിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ടോണി സ്റ്റാർക്കാണെങ്കിൽ അതിന് ശേഷം ആ ഒരു റേസ് തടയാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രാക്കിൽ പോയതിന് ശേഷം ആ ഒരു വലിയ ആന പോലത്തുള്ള ആ ഒരു ജീവിയെ തോപ്പിക്കാനായിട്ട് കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഗമോറ ആ ഒരു ജീവിയെ ആണെങ്കിൽ കൊല്ലുന്നുമുണ്ട്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗമോറ അവിടെ ടോണി സ്റ്റാർക്കിനെ അറ്റാക്ക് ചെയ്യാനും നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സക്കാർ എന്ന് പറയുന്ന പ്ലാനറ്റിലാണെങ്കിൽ ടൈം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് നേരത്തെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതായത് ഇപ്പം നമ്മൾ ടോണി സ്റ്റാർക്കാണെങ്കിൽ ടോണി സ്റ്റാർക്കിൻ്റെ ആ ഒരു യൂണിവേഴ്സിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വാട്ട് ഇഫിൻ്റെ ആ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ താനോസിൻ്റെ ആർമി ഡിഫീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ സക്കാറിലെ പ്ലാനറ്റിലുള്ളവർ അറിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ഗമോറയ്ക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഗമോറയാണെങ്കിൽ താനോസിൻ്റെ ഡോട്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് അതുകൊണ്ടാണ് നമ്മുടെ ഗമോറ അവിടെ ടോണി സ്റ്റാർക്കിനെ കൊല്ലാനായിട്ട് നോക്കുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടോണി സ്റ്റാർക്ക് അവിടെ ഗമോറ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത് എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗമോറ ഇതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ ഇതേപോലെ ഞാൻ താനോസിൻ്റെ മകളാണ്, അപ്പോൾ നീ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പം എൻ്റെ അച്ഛന് ആണെങ്കിൽ ഒരു അഥവാ നമ്മുടെ ഗമോറയുടെ ഫാദറിനാണെങ്കിൽ അഥവാ താനോസിനാണെങ്കിൽ ഒരു ഭീഷണിയായിട്ട് വന്നേക്കാം, അഥവാ എന്താ താനോസിൻ്റെ മരണത്തിന് കാരണമായി മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ജീവനോടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, നിന്നെ കൊന്നുകളയും എന്നുള്ളൊരു വിചാരം നമ്മുടെ ഗമോറയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ നമുക്ക് 2019 വന്നിട്ടുള്ള അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന് പറയുന്ന മൂവിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അയൺമാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് തന്നെയായിരുന്നു നമ്മുടെ താനോസിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണെങ്കിൽ ഗമോറയ്ക്ക് 2012 ആ ഒരു ടൈം ലൈനിൽ തൊട്ടേ അറിയായിരുന്നു എന്നുള്ളൊരു കാര്യം ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പയ്യെ നമ്മുടെ ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാന് മനസ്സിലാവുകയാണ് ഗ്രാൻഡ് മാസ്റ്റർ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ടോണി സ്റ്റാർക്കിനെ ഈ ഒരു പ്ലാനറ്റ് വിട്ട് പോകാനായിട്ട് സമ്മതിക്കത്തില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ അതേസമയം നമ്മുടെ ടോണി സ്റ്റാർക്കിനാണെങ്കിൽ ഈ പ്ലാനറ്റ് വിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് പോകണം. കാരണം ടോണി സ്റ്റാർക്കാണെങ്കിൽ പെപ്പറിനെ മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എർത്തിൽ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോണി സ്റ്റാർക്കാണെങ്കിൽ നമ്മുടെ ഗമോറയുടെ അടുത്തും പോയി ചോദിക്കുന്നുണ്ട്, നീ ഇതേപോലെ എന്നെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലാനറ്റ് വിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകാം. അതുപോലെ തന്നെ വാൾക്കറിയുടെ അടുത്തൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ടോണി സ്റ്റാർക്കും വാൾക്കേറി അതുപോലെ തന്നെ കോർഗും ഒരു ടീം പോലെ ആവുന്നുണ്ട്. അതിനുശേഷം ടോണി സ്റ്റാർക്കാണെങ്കിൽ വാൾക്കേറിയുടെ കൂടെ അതുപോലെ തന്നെ കോർഗിൻ്റെ കൂടെ ചേർന്നിട്ട് ടോണി സ്റ്റാർക്കിൻ്റെ പുതിയൊരു അയൺമാൻ്റെ സ്യൂട്ട് തന്നെ അവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ അയൺമാൻ്റെ ഫസ്റ്റ് മൂവിക്കകത്ത് ആ ഒരു കേവിൻ്റെ അകത്ത് വെച്ച് നമ്മുടെ ടോണി സ്റ്റാർക്കാണെങ്കിൽ ആ ഒരു സ്യൂട്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെയിം സീനാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ടോണി സ്റ്റാർക്കാണെങ്കിൽ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഗ്രാൻഡ് മാസ്റ്ററിനോട് പറയുകയാണ്, അതായത് ഈ ഒരു നമുക്ക് റേസ് നടത്താം, അപ്പോൾ ആ ഒരു റേസിൻ്റെ അകത്ത് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാനറ്റ് എനിക്കായിരിക്കും, അഥവാ ഈ ഒരു റേസിൻ്റെ അകത്ത് ആര് ജയിക്കുന്നോ അവർക്ക് ഈ ഒരു പ്ലാനറ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം ടോണി സ്റ്റാർക്ക് പറയുകയാണ്. അതേസമയം നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ പറയുകയാണ്, ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ജയിക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാനറ്റും എനിക്ക് അതുപോലെ തന്നെ നിൻ്റെ സ്യൂട്ടും എനിക്ക് വേണം എന്നുള്ളൊരു കാര്യം ഗ്രാൻഡ് മാസ്റ്റർ പറയുകയാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ ഗമോറ അടുത്തും പറയുകയാണ്, നീ ഈ ഒരു റേസിൽ പങ്കെടുക്കണം എന്നുള്ളൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗമോറയ്ക്കാണെങ്കിൽ നമ്മുടെ ടോണി സ്റ്റാർക്കിനെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയുണ്ട് നമ്മുടെ ഗമോറയുടെ മനസ്സിൽ. അപ്പോൾ ആ ഒരു കാര്യം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഗമോറയെ ഈ ഒരു റേസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു റേസും കാര്യങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റേസിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ ഒത്തിരി ചീറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നമ്മുടെ ടോണി സ്റ്റാർക്കാണെങ്കിൽ അതൊക്കെ മറികടന്ന് പോകുന്നുണ്ട് റേസ് ജയിക്കാനായിട്ട്. അതുപോലെ തന്നെ ആ ഒരു റേസിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടോപ്പാസ് ആണെങ്കിൽ ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ആ ഒരു കാറാണെങ്കിൽ ഇതേപോലെ ഉരുക്കി കളയുന്നുണ്ട്. അതിനുശേഷം ടോണി സ്റ്റാർക്കാണെങ്കിൽ പെട്ടെന്ന് മേലോട്ട് പറന്നതിന് ശേഷം ആ ഒരു ടോണി സ്റ്റാർക്ക് ഇട്ടിരുന്ന ആ ഒരു സ്യൂട്ട് വെച്ചിട്ട് ടോണി സ്റ്റാർക്ക് പുതിയൊരു കാർ അവിടെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതൊരു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു സീൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് അടിപൊളിയായിരുന്നു ടോണി സ്റ്റാർക്ക് ആ ഒരു സ്യൂട്ട് വെച്ചിട്ട് കാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റേസിനിടയ്ക്ക് ഒത്തിരി തവണ നമ്മുടെ ടോണി സ്റ്റാർക്കാണെങ്കിൽ ഗമോറേൻ്റെ ആ ഒരു മനസ്സ് മാറ്റാനായിട്ട് നോക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടോണി സ്റ്റാർക്ക് പറഞ്ഞ്, നീ താനോസിൻ്റെ അടിമയായിട്ട് ഇങ്ങനെ കഴിയരുത്, നിനക്ക് നിൻ്റേതായിട്ട് തീരുമാനം എടുത്തുകൂടെ, നിനക്ക് നിൻ്റേതായിട്ടുള്ള ജീവിതം ജീവിച്ചുകൂടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഗമോറയുടെ മനസ്സ് മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് ടോണി സ്റ്റാർക്കിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലായിട്ടുള്ള ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അഥവാ ഒരു തിങ്കിങ് വരുത്താനായിട്ട് നമ്മുടെ ഗമോറയായിട്ട് അങ്ങനത്തെ കുറച്ച് സീനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗമോറ ടോണി സ്റ്റാർക്കിനെ സഹായിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനുശേഷം ആ ഒരു ആന പോലത്തുള്ള ജീവികളെയൊക്കെ നമ്മുടെ ഗമോറയാണെങ്കിൽ അവിടെ ഡിഫീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ടോണി സ്റ്റാർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ടോണി സ്റ്റാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററുമാണ് ഇപ്പം ആ ഒരു ഫൈനൽ 2 റേസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ ഫുൾ പവർ ഗ്രാൻഡ് മാസ്റ്റർ ഉപയോഗിച്ചിട്ട് ആ ഒരു റേസ് ജയിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ടോണി സ്റ്റാർക്കാണെങ്കിൽ ആ ഒരു ആർക്ക് ക്രിയേറ്ററിൻ്റെയും കൂടെ ഹെൽപ്പ് തേടിയിട്ട് ടോണി സ്റ്റാർക്കിൻ്റെ ആ ഒരു കാറാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടുകയും അതിനുശേഷം ടോണി സ്റ്റാർക്ക് ഫൈനലി ആ ഒരു റേസ് ജയിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെ അവസാനമാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ചീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ടോപ്പാസിൻ്റെ ആ ഒരു മെൽറ്റിംഗ് സ്റ്റിക്ക് ആണെങ്കിൽ പെട്ടെന്ന് പറന്നു വന്നിട്ട് നമ്മുടെ ആ ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ കാലിൻ്റെ അകത്ത് വന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ അതേപോലെ ഉരുകി പോകുന്നുമുണ്ട്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് തിരിച്ച് നമ്മുടെ പെപ്പറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, അഥവാ എർത്തിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അതേസമയം ഗമോറ വന്നിട്ട് പറയുകയാണ്, നമ്മുടെ ജോലി കഴിഞ്ഞിട്ടില്ല, എനിക്ക് നിന്നെ കൊണ്ട് ഒരു ആവശ്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ടോണി സ്റ്റാർക്കിനെ വിളിച്ചുകൊണ്ട് താനോസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗമോറയാണെങ്കിൽ അവിടേക്ക് നമ്മൾ ടോണി സ്റ്റാർക്കിനെ ഒരു ഇങ്ങനെ ബന്ദിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ താനോസിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ദാണ്ട് ഇവനെ കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ താനോസിന് അവിടെ അറിഞ്ഞുകൂടെ അവർ രണ്ടുപേരും ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. അതിനുശേഷം നമ്മുടെ ടോണി സ്റ്റാർക്കാണെങ്കിൽ ആ ഒരു ടോപ്പാസിൻ്റെ സ്റ്റിക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഗമോറയ്ക്ക് എറിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗമോറയാണെങ്കിൽ അവിടെ താനോസിൻ്റെ ദേഹത്ത് ആ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി, അതിനുശേഷം നമ്മുടെ താനോസ് ആണെങ്കിൽ അവിടെ മെൽറ്റായി പോവുകയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവിടെ എൻഡ് ആവുന്നത്.
അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് അത്യാവശ്യം നല്ല രീതിക്ക് ഫണ്ണായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ഈ തോർ റാഗ്നറോക്ക് മൂവിക്കകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സിനെയും തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വാൽക്കേറി, കോർഗ്, ഗ്രാൻഡ് മാസ്റ്റർ, ടോപ്പാസ് അങ്ങനത്തുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡാണെങ്കിൽ നമ്മുടെ ടോണി സ്റ്റാർക്കിന് ഫുള്ളി ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അതായത് നമ്മുടെ ടോണി സ്റ്റാർക്ക് എവിടെ പോയാലും നമ്മുടെ ടോണി സ്റ്റാർക്ക് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.